കൊച്ചി തീരത്തെ കപ്പൽ അപകടത്തിൽ കേസെടുത്ത് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ്. കപ്പൽ കമ്പനിയായ MSCയെ ഒന്നാം പ്രതിയാക്കിയാണ് കേസ്. ഷിപ്പ് മാസ്റ്റർ രണ്ടാം പ്രതി. സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, അങ്ങനെ അതിന് ഒരു തീരുമാനമായിരിക്കുകയാണ്. കപ്പലിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചി പോലീസാണ് MLC എൽസ 3 എന്ന് പറയുന്ന കപ്പലിനെതിരെ കേസെടുത്തത്. നമ്മൾക്കറിയാം, 2 ആഴ്ച മുൻപാണ് MLC എൽസ 3 വിഴിഞ്ഞത്ത് നിന്ന് പോകുന്ന വഴി കൊച്ചി കടപ്പുറത്ത് വെച്ച് മറിഞ്ഞത്. 67 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു ഈ കപ്പൽ പൂർണ്ണമായും മുങ്ങിയത്. അതിൽ 470 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. ആദ്യം 40 കണ്ടെയ്നറുകളാണ് അന്ന് നിലത്ത് വീണതും. പിന്നീട് കപ്പൽ ചരിയുകയും കപ്പലിലുള്ള മുഴുവൻ കണ്ടെയ്നറുകളും താഴ്ന്നു പോവുകയും ചെയ്തു. ഇതിനിടയിൽ ഏതാനും ചില കണ്ടെയ്നറുകൾ നമ്മുടെ തീരത്തടിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും BNC ഭാരത ന്യായ സംഹിത 282, 285, 286, 287, 288 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മനുഷ്യജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഉദാസീനമായി കപ്പൽ ഈ കടലിലൂടെ കൊണ്ടുപോയതിന് മറ്റൊരു വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ പറയുന്നത് പോലെ തന്നെ അപകടകരമായ വസ്തുക്കൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന തരത്തിൽ കൈകാര്യം ചെയ്തതിന് കേസെടുത്തിരിക്കുകയാണ്. അങ്ങനെ 8ഓളം വകുപ്പുകളാണ് ഈ കമ്പനിക്കെതിരെ പോലീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്പനിയാണ് ഈ കേസിലെ 1ാം പ്രതി സ്ഥാനത്തുള്ളത്. ക്യാപ്റ്റൻ 2ാം പ്രതിയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് ഇത് സംബന്ധിച്ചുള്ള കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അല്പനേരം മുൻപാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് ഇത് സംബന്ധിച്ചുള്ള FIR രജിസ്റ്റർ ചെയ്തത്. എന്തായാലും ഇത്രയധികം വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കമ്പനിക്കെതിരെ, ഈ കപ്പലിനെതിരെ ഒരു കേസ് പോലീസ് എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്ന വാർത്ത നമ്മൾക്കറിയാമായിരുന്നു. സർക്കാർ അനുകൂലമായി, കമ്പനിക്ക് അനുകൂലമായി നിൽക്കുന്നു, അതുകൊണ്ട് തന്നെ കമ്പനിക്കെതിരെ കേസെടുക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. മാത്രമല്ല, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ കമ്പനിക്കെതിരെ കേസെടുക്കേണ്ടതില്ല എന്നുള്ളത് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് വലിയ വാദപ്രതിവാദങ്ങൾ ഉയർന്നു വന്നത്, വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നത്. മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യമെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഫോർട്ട് കൊച്ചി പോലീസ്, കോസ്റ്റൽ പോലീസ് ഇത് സംബന്ധിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. MLC എൽസ 3 മുങ്ങിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ആദ്യമായി എടുക്കുന്ന ഒരു കേസാണിത്. മുൻപ് കമ്പനിക്കെതിരെ കേസെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. എന്തായാലും ഇതിലെ കൂടുതൽ വിശദാംശങ്ങൾ പറയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയധികം വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നെല്ലാം അറിയേണ്ടിയിരിക്കുന്നു. സൈഫുനിസ കൂടി ചേരുകയാണ്. സൈഫുനിസ, ഏതെല്ലാം വകുപ്പുകൾ, എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സഹിൻ, ഇതിൽ ഏറ്റവും പ്രധാനമായി 282 ഭാരതീയ ന്യായ സംഹിതയിലെ 282, 285, 286, 287, 288, 35 ഈ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ വകുപ്പുകളുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. അതിൽ ഒന്നാമത് തന്നെ വകുപ്പ് എന്ന് പറയുന്നത് റാഷ് നാവിഗേഷൻ ആണ്. അതായത് ഒരു തെറ്റായ രീതിയിൽ കപ്പൽ നിയന്ത്രിച്ചു എന്നുള്ളതാണ് റാഷ് നാവിഗേഷൻ. മറ്റൊരു വകുപ്പ് ചുമത്തിയിരിക്കുന്നത് കപ്പൽ പാതയിൽ തടസ്സമുണ്ടാക്കി എന്നുള്ളതാണ്. അതായത് നിരവധി കപ്പലുകൾ വരുന്ന ഒരു ഭാഗമായിരുന്നു ഈ പ്രദേശം. അവിടെയാണ് ഈ MSC കപ്പൽ മുങ്ങിത്താഴുന്ന അവസ്ഥയുണ്ടായത്. ഈ ഓയിൽ പലയിടങ്ങളിലും സ്പ്രെഡ് ആവുന്ന അവസ്ഥ ഉണ്ടായി. ഇതേ തുടർന്ന് നിരവധി കപ്പലുകൾ വഴിതിരിച്ചുവിടേണ്ട അവസ്ഥ ഉണ്ടായി. വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടക്കം വരുന്ന കപ്പലുകൾ വഴിതിരിച്ചുവിടേണ്ട അവസ്ഥയുണ്ടായി. കൊച്ചി തുറമുഖത്തേക്ക് അടക്കം വരുന്ന കപ്പലുകൾ വഴിതിരിച്ചുവിട്ടു. അത് തന്നെയായിരുന്നു സൈഫുനിസ. പ്രധാനമായും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞിരുന്ന ഒരു ആക്ഷേപം, അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ഒരു പരാതി എന്ന് പറയുന്നത് ഈ കണ്ടെയ്നറുകൾ കടലിലൂടെ ഒഴുകി നടക്കും, അത് വള്ളങ്ങൾക്കും ഒപ്പം തന്നെ അതുവഴി കപ്പൽ പാതയായതുകൊണ്ട് തന്നെ കൂടുതൽ കപ്പലുകളും കേടാകും എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ അത് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടും എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. 3ാമത്തെ വകുപ്പ് ഏതാണ്? വിഷവസ്തു ഉപയോഗിച്ച് മനുഷ്യജീവന് അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുക. അതായത് ഈ കണ്ടെയ്നറുകളിൽ വിഷവസ്തുക്കൾ ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ കോസ്റ്റ് ഗാർഡും ഒപ്പം തന്നെ നേവിയും അടക്കം പറഞ്ഞിരുന്നതാണ്. അത് മനുഷ്യജീവന് അപകടം ഉണ്ടാക്കുന്നതാണ്. അത് പലതും ഈ തീരത്തടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിഷവസ്തു ഉപയോഗിച്ച് മനുഷ്യജീവന് അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ് അടുത്ത വകുപ്പ്. മറ്റൊന്ന് തീ പിടിക്കുന്ന വസ്തുവോ ഉപയോഗിച്ച് മനുഷ്യജീവന് അപകടം ഉണ്ടാക്കുക. 4ാമത്തേത് സ്ഫോടക വസ്തു ഉപയോഗിച്ച് മനുഷ്യജീവന് അപകടം ഉണ്ടാക്കുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യുക. ഈ വകുപ്പുകളാണ്. അതായത് ഒന്ന് തീ ഉപയോഗിച്ചാണെങ്കിൽ മറ്റൊന്ന് സ്ഫോടക വസ്തു ഉപയോഗിച്ച് മനുഷ്യജീവന് അപകടം. അത് തന്നെയാണ് സൈഫുനിസ. ഇപ്പോഴും നമുക്കറിയാം, പലയിടങ്ങളിലും കപ്പലുകളുടെയും ഈ കപ്പലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവശിഷ്ടങ്ങളായിട്ടുള്ള കണ്ടെയ്നറുകൾ പലയിടങ്ങളിലേക്കും വരുന്നുണ്ട്. അന്ന് കമ്പനി ആദ്യം ഉന്നയിച്ചിരുന്ന കാര്യമെന്ന് പറയുന്നത് ആരും ഈ കണ്ടെയ്നറിൽ കണ്ടാൽ അത് തുറക്കാൻ പോകരുത്, പകരം പോലീസിനെ അറിയിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ തന്നെ അവർ പറഞ്ഞ് ഹസാഡസ് കെമിക്കൽസ് ഉണ്ടായിരുന്നു, അത് മനുഷ്യജീവന് അപകടകരമായ
രീതിയിലുള്ള കെമിക്കൽസ് അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്ന് സർക്കാർ അടക്കം പറഞ്ഞിരുന്നത് ഈ കമ്പനിക്കെതിരെ കേസെടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ പോലീസ് കേസെടുത്തപ്പോൾ ഇത്രയധികം വകുപ്പുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു, അങ്ങനെയല്ലേ? അതെ അതെ, പോലീസ് കേസെടുത്തപ്പോൾ വിവിധ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കേസെടുത്തിരിക്കുന്നത്. കാരണം വലിയ രീതിയിൽ തീരദേശങ്ങൾക്കടക്കം ഹാനികരമാകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവനം നടത്താൻ കഴിയാത്ത, അതല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ മുഴുവൻ ധനസ്ഥിതിയെ പോലും ഗുരുതരമായി ബാധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവൃത്തിയാണ് ഈ കപ്പലിന്റെ ഒരു പ്രവർത്തനം. അത് നേരത്തെ നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് FIR ഒന്ന് കൃത്യമായിട്ട് FIR-ൽ പറഞ്ഞിരിക്കുന്ന ഇതിൽ ഇവരുടെ കുറ്റമായി കണ്ടെത്തിയിരിക്കുന്ന കാര്യം ഒന്ന് കൃത്യമായി വായിക്കൂ. MSC എൽസ 3 എന്ന ചരക്ക് കപ്പലിലുള്ള കണ്ടെയ്നറുകളിൽ എളുപ്പത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകളും സ്ഫോടക വസ്തുക്കളും ഉണ്ടെന്ന അറിവ് നിലനിൽക്കെ പ്രതികൾ മനുഷ്യജീവനും സ്വത്തിനും അപകടമുണ്ടാക്കും വിധം അപാകമായും ഉദാസീനമായും ഈ ചരക്ക് കപ്പൽ കൈകാര്യം ചെയ്തത് വഴി കപ്പൽ സഞ്ചാരമാർഗെ 24/5/2025 ആലപ്പുഴ തോട്ടപ്പള്ളിക്ക് പടിഞ്ഞാറ് വശം കടലിൽ മുങ്ങിത്താഴാനിടയാക്കി. ഈ അപകടത്തെ തുടർന്ന് കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ നിന്നും വിനാശകരമായ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും മറ്റും പുറന്തള്ളപ്പെട്ടത് മൂലം പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയും കൂടാതെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ പ്രതികൂലമായി ബാധിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടാകുവാനും ഈ കപ്പൽ മൂലവും അതിൽ നിന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ മൂലവും കപ്പൽ ചാലിൽ മറ്റ് സമീപ പ്രദേശങ്ങളിലും സഞ്ചാരം നടത്തുന്ന യാനങ്ങളുടെ പൊതുസഞ്ചാരത്തിന് മാർഗതടസ്സം ഉണ്ടാകുവാനും ഇടയാക്കിയ കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കോസ്റ്റൽ പോലീസ് ഇവർക്കെതിരായ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അത് വിവിധ വകുപ്പുകൾ അനുസരിച്ചാണ് ഭാരതീയ ന്യായ സംഹിതയിലെ നമുക്കൊരു കാര്യം എടുത്തു നോക്കാം. BNS 200 ഭാരതീയ ന്യായ സംഹിത 282 കപ്പൽ അശ്രദ്ധമായോ അലക്ഷ്യമായോ നാവിഗേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതായത് ഈ കപ്പൽ വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, കൃത്യമായ ഒരു ഭാരം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കപ്പലിന്റെ വേഗത സംബന്ധിച്ചുള്ള ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം പോലീസ് മുന്നേ കണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയല്ലേ? തീർച്ചയായും ഇതിൽ 13 കണ്ടെയ്നറുകളിലാണ് അപകടകരമായ സാധനങ്ങൾ ഉണ്ടായിരുന്നതെന്നാണ്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, കപ്പലിന്റെ ബലാസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം തകരാറിലായതുമൂലമാകാം ഈ കപ്പൽ, അതായത് ഒരു കപ്പലിന്റെ മുകളിലേക്ക് എത്ര ടൺ ഭാരമാണോ കയറ്റുന്നത് അത്രയും ഭാരം തന്നെ കപ്പലിന്റെ താഴെ അത് വെള്ളമായിട്ട് നിലനിർത്തണം. അതായത് എന്നാൽ ഈ കപ്പൽ ബാലൻസ് ചെയ്തു പോവുകയുള്ളൂ. ഇപ്പോൾ അന്ന് കാലാവസ്ഥ പ്രതികൂലമായിരുന്നു എങ്കിൽ പോലും ഒരു കപ്പലെ മറിച്ചിടാൻ അല്ലെങ്കിൽ കപ്പലിന്റെ ഒരു ഗതി തന്നെ മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കാലാവസ്ഥ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിരവധി കപ്പലുകൾ വരുന്ന ഭാഗമായിരുന്നു. ഈ വെള്ളം കൃത്യമായിട്ട് ആ അളവിൽ തന്നെയായിരുന്നു ഈ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ഈ കപ്പൽ പുറപ്പെടുമ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് തിരിച്ചുവിടണം, അതായത് നിരവധി നോബുകളുണ്ട്. ഈ നോബുകൾ വഴി ഓരോ ഭാഗത്തേക്കും വെള്ളം തിരിച്ചുവിടേണ്ടതുണ്ട്. അതാണ് ഈ ബാലാസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ കപ്പലിന്റെ ബാലാസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം തകരാറിലായതാണ് കാരണമെന്നാണ് പറഞ്ഞത്. അത് ഒന്നുകിൽ ഈ സിസ്റ്റത്തിന് തകരാറ് പറ്റിയതായിരിക്കാം, അതല്ലെങ്കിൽ അതിൽ എഞ്ചിനീയർ വർക്ക് ചെയ്തപ്പോൾ അയാൾക്ക് പറ്റിയ പാകപ്പിഴയാകാം. ഈ 2 കാരണമായിരുന്നു പറഞ്ഞത്. എന്തായാലും ഇതിൽ രണ്ടാമത്തെ ഒരു കാരണം മുൻനിർത്തിയാണ് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക് പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് സെക്ഷൻ 285, അതായത് അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള വഴികളിലോ പൊതു നാവിഗേഷൻ വഴികളിലോ മറ്റൊരാൾക്ക് അപകടമോ തടസ്സമോ പരിക്കോ ഉണ്ടാക്കുന്ന ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പ്രധാനമായിട്ടും ആ ഒരു ആക്ഷേപം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ഒരു ആക്ഷേപമായിരുന്നു. ആ ആക്ഷേപത്തിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നു അവർക്ക് മത്സ്യബന്ധനം നടത്താൻ കഴിയില്ല, ഈ കണ്ടെയ്നറുകൾ ഒഴുകി നടന്നാൽ ചെറുവള്ളങ്ങളും ഒപ്പം തന്നെ അവരുടെ ബോട്ടുകളും യാനങ്ങളും എല്ലാം തകർക്കപ്പെടും. മറ്റൊന്ന് അത് കപ്പൽ റൂട്ടാണ്, അന്തർദേശീയ കപ്പൽ റൂട്ടാണ്. അതുകൊണ്ട് തന്നെ മറ്റ് കപ്പലുകൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് 285 ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അതെ അതെ, അതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഒരു കണ്ടെയ്നറിലുള്ളത് റബ്ബർ കെമിക്കലും 12 കണ്ടെയ്നറിലുള്ളത് കാൽസ്യം കാർബൈഡുമാണ്. ഇത് ഈ കപ്പൽ മുങ്ങിയപ്പോൾ ഒരു 5 or 7 കണ്ടെയ്നറുകൾ കടലിനടിയിലേക്ക് പോയിട്ടുണ്ടാകാം. അത് ചിലപ്പോൾ തുറന്നു പോയിട്ടുണ്ടാകാം, തുറക്കാതെ പോയിട്ടുണ്ടാകാം. അതിപ്പോഴും അതിന്റെ പരിശോധനകൾ നടക്കുകയാണ്, സ്കാനിങ് നടക്കുകയാണ്. ഈ ഭാഗം എന്ന് പറയുന്നത്, ഈ കപ്പൽ മുങ്ങിയ ഭാഗം എന്ന് പറയുന്നത് ഒരു ചാലാണ്. സ്ഥിരമായി മത്സ്യബന്ധനത്തിന് ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ ചെല്ലുന്ന ഭാഗമാണ്. പ്രത്യേകിച്ച് ഇത് മൺസൂൺ കാലമാണ്, പ്രജനന കാലമാണ് മത്സ്യങ്ങളുടെ. അത് ഹാനികരമാകുന്ന വിധത്തിൽ, അതായത് ഇവരുടെ ഭാവിയിലേക്കുള്ള തൊഴിലിനെ പോലും ബാധിക്കുന്ന തരത്തിൽ, മത്സ്യങ്ങളുടെ ജീവന് ഹാനികരമാകുന്ന തരത്തിലാണ് ഈ കപ്പൽ അവിടെ മുങ്ങുകയും അതേ തുടർന്ന് അവിടെ ഇത്തരം കെമിക്കലുകൾ പടരാനുള്ള. അതായത് സെക്ഷൻ 286 പറയുന്നുണ്ട്, മനുഷ്യജീവന് അപകടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിഷപദാർത്ഥങ്ങൾ അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ സെക്ഷൻ 286 പറയുന്നത്. ഈ സെക്ഷൻ പ്രകാരം അശ്രദ്ധയോടെ വിഷപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് വഴി ഒരാൾക്ക് അപകടം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷപദാർത്ഥം കൈവശമുള്ള ഒരാൾക്ക് അത് ഉപയോഗിച്ച് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ തടയാൻ വേണ്ട മുൻകരുതൽ എടുക്കാതിരിക്കുകയോ ചെയ്താൽ
ഇതിന് ശിക്ഷ പറയുന്നതാകട്ടെ 6 മാസം മുതൽ തടവ് ശിക്ഷ അല്ലെങ്കിൽ 5000 രൂപയുടെ പിഴയാണ്. അങ്ങനെ നിരവധി വകുപ്പുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും ഈ ഷിപ്പിലുള്ള, അതായത് ഈ ഷിപ്പിലെ കണ്ടെയ്നറുകളിലുള്ള കെമിക്കലുകളുടെ സാന്നിധ്യം നമ്മൾ പറഞ്ഞു. ഇതിനൊപ്പം തന്നെ ഉണ്ട് ഈ ഷിപ്പ് പ്രവർത്തിക്കാനായിട്ട് അതിനകത്ത് നിക്ഷേപിക്കുന്ന ഓയിൽ എന്ന് പറയുന്നത്. ഈ ഷിപ്പ് മുങ്ങി കടലിനകത്ത് കിടക്കുകയാണ്. അതിൽ നിന്ന് ഓയിൽ സ്പ്രെഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും അവസാനത്തെ ഘട്ടം. അതായത് ഈ ഓയിൽ മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ മുന്നിലെ കോസ്റ്റ് ഗാർഡിൻ്റെ ആണെങ്കിലും നേവിയുടെ ഭാഗത്താണെങ്കിലും മറൈൻ്റെ ഭാഗത്താണെങ്കിലും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. ഇത് നീക്കുക എന്നുള്ളത് ദുഷ്കരമായ കാര്യമാണ്. കടലിനടിയിൽ പോയ ശേഷം ഇത് സ്പ്രെഡ് ആകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. തീരത്തേക്ക് പല കണ്ടെയ്നറുകളും വന്നിരിക്കുന്നു. അതിലെല്ലാം തന്നെ കെമിക്കലും പ്ലാസ്റ്റിക്കും എല്ലാം അടങ്ങിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെല്ലാം തന്നെ ഈ മനുഷ്യ ജീവന് ഹാനികരമാകുന്ന തരത്തിലുള്ള പദാർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് നിരന്തരം ഈ ദുരന്ത നിവാരണ സേന മുന്നറിയിപ്പ് നൽകിയിരുന്നത്, ഇതൊന്നും തൊടുകയോ സ്പർശിക്കുകയോ ചെയ്യരുത് എന്നുള്ളത്. അത് തന്നെയാണ് അഖില മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സൈഫുനിസ പറഞ്ഞതുപോലെ 8ഓളം വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് ഈ MLC എൽസ 3 എന്ന് പറയുന്ന ഷിപ്പിനെതിരെ കേസെടുത്തിരിക്കുന്നത്. 1-ാം പ്രതി ഈ കേസ് കമ്പനിയാണ്, 2-ാം പ്രതി ഇതിലെ ഷിപ്പിന്റെ ക്യാപ്റ്റനാണ്, 3-ാം പ്രതി ഷിപ്പിലെ മറ്റ് ക്രൂ അംഗങ്ങളാണ്. അങ്ങനെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു കേസ് ഫോർട്ട് കൊച്ചി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശരി, കൊച്ചി തീരത്തെ കപ്പൽ അപകടത്തിൽ കേസെടുത്തിരിക്കുകയാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് സൈഫുനിസ അലിയാരും സഹിൻ ആന്റണിയും പങ്കുവച്ചത്.